ഒരിക്കൽ വിധി നിയോഗമെന്നോണം മഹാവിഷ്ണുവിന്റെ അവതാരമായ ശ്രീകൃഷ്ണൻ പരമശിവന്റെ കൈകളിലെ തൃശൂലത്തെ നേരിടേണ്ടി വന്നു. തൃശൂലം ശ്രീകൃഷ്ണന്റെ ദേഹത്ത് തട്ടിയപ്പോൾ അതിലെ മാരകമായ വിഷം അദ്ദേഹത്തിന്റെ ശോഭയേറിയ ശരീരം മുഴുവൻ വ്യാപിച്ചു. ഇത് മനസ്സിലാക്കിയ രാധാറാണി കണ്ണീരോടെ ശ്രീകൃഷ്ണൻ അടുത്തേക്ക് ഓടിയെത്തി. എന്നിട്ട് ചോദിച്ചു, കണ്ണ, എങ്ങനെയാണ് അങ്ങയുടെ ശരീരത്തിൽ ഈ വിഷം വ്യാപിച്ചത്? എന്താണ് സംഭവിച്ചത്? ശാന്തമായ എന്നാൽ ക്ഷയിച്ച ശബ്ദത്തിൽ ശ്രീകൃഷ്ണൻ മറുപടി പറഞ്ഞു, രാധേ, ഇത് മഹാദേവന്റെ തൃശൂലത്തിലെ വിഷമാണ്. അതെന്റെ ശരീരത്തിലൂടെ പടർന്നുകൊണ്ടിരിക്കുകയാണ്. മഹാദേവന്റെ തൃശൂലം ശ്രീകൃഷ്ണന്റെ ശരീരത്തിൽ തട്ടിയപ്പോൾ പ്രകൃതി പെട്ടെന്ന് മാറി മറിയാൻ തുടങ്ങി. പ്രകൃതിയിലുണ്ടായ ഈ പെട്ടെന്നുള്ള മാറ്റം കണ്ട് സന്ദീപനി മഹർഷിക്ക് ഉത്കണ്ഠയായി. ഒരു വലിയ ദുരന്തം സംഭവിച്ചിരിക്കുന്നു. ഇരുട്ട് എല്ലാ ദിശകളെയും മൂടാൻ തുടങ്ങി. ഈ മാറ്റം കണ്ട് സന്ദീപനി അസ്വസ്ഥനായി. ശിഷ്യന്റെ ജീവൻ അപകടത്തിലാണെന്ന് മനസ്സിലാക്കിയ അദ്ദേഹം തന്റെ ദിവ്യ ദൃഷ്ടിയിലൂടെ സംഭവിച്ചതെല്ലാം കണ്ടറിഞ്ഞു. ഉടൻ തന്നെ ശ്രീകൃഷ്ണനെ രക്ഷിക്കാൻ ശക്തിയേറിയ മന്ത്രങ്ങൾ ചൊല്ലി ഭഗവാൻ ശിവനെ വിളിച്ചു. സന്ദീപനിയുടെ പ്രാർത്ഥന കേട്ട് ശിവൻ പ്രത്യക്ഷനായി. വിഷമേറ്റ് അവശനായി കിടക്കുന്ന കൃഷ്ണനെ കണ്ടപ്പോൾ ശിവന്റെ ഹൃദയം വേദനിച്ചു. കണ്ണൻ ഒന്നും സംഭവിക്കാൻ പാടില്ല. ലോകത്തിന്റെ ഭാവിയാകുന്ന ധർമ്മം കണ്ണന്റെ ഉള്ളിലുണ്ട്. ഇത് പറഞ്ഞുകൊണ്ട് മഹാദേവൻ തന്റെ കൈകൾ ശ്രീകൃഷ്ണന്റെ നെഞ്ചിൽ വെച്ചു. ഉടൻ തന്നെ ആ വിഷം മുഴുവൻ തന്നിലേക്ക് വലിച്ചെടുത്തു. വിഷത്തിന്റെ വീര്യം മാറിയതോടെ ശ്രീകൃഷ്ണന്റെ ശരീരം പഴയതുപോലെ തിളക്കമുള്ളതായി മാറി. നിറഞ്ഞ മനസ്സോടെ ശ്രീകൃഷ്ണൻ ശിവനെ നോക്കിക്കൊണ്ട് പറഞ്ഞു, അങ്ങയുടെ തൃശൂലം എന്നെ ഒന്ന് പരീക്ഷിച്ചു, പക്ഷേ അങ്ങയുടെ സ്നേഹം എന്നെ രക്ഷിച്ചു. ഈ ബന്ധം എന്നും നിലനിൽക്കും. ചെറു പുഞ്ചിരിയോടെ മഹാദേവൻ പറഞ്ഞു, കൃഷ്ണ, നീ അനശ്വരനാണ്. വിഷത്തിന് പോലും നിന്നെ കീഴടക്കാൻ കഴിയില്ല. കാരണം നീയാണ് ജീവിതത്തിന്റെ സാരം. അങ്ങനെ ആ ആപത്തൊഴിയുകയും ശിവനും കൃഷ്ണനും തമ്മിലുള്ള സൗഹൃദം കൂടുതൽ ആഴമുള്ളതാവുകയും ചെയ്തു.